അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن علم القرآن خلق الإنسان علمه البيان صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يسرني ويشرفني أن نشكر ضيوفنا الكرام من دول مختلفة، أخص منهم فضيلة الشيخ العالم العلامة مستشار صاحب السمو فضيلة الشيخ الأستاذ الدكتور علي الهاشمي حفظه الله ورعاه لهذه الزيارة الكبيرة. استمعنا في هذا المجلس المبارك تلبية لدعوة شيخنا العالم العلامة المفتي الكبير في هذا الديار، ديار الهند، شيخ أبو بكر أحمد حفظه الله ورعاه. قلما يوجد في هذا العصر الجديد مثله. في هذه ولاية وفي سائر الولايات وفي كل ربع من ربوع الهند تحت رئاسته ملايين الناس يعيشون بتعايش سلمي وحضارة إسلامية وثقافات دينية حفظه الله ورعاه. لا أريد الإطالة. സർവാദരണീയരായ ഷെയ്ഖുന ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ്, പകരക്കാരനില്ലാത്ത ലോകത്തെ പണ്ഡിത നേതൃത്വം, കേവലം ഓതുക, ഓതിക്കൊടുക്കുക, സ്ഥാപനങ്ങൾ പടുത്തുയർത്തുക എന്നതിലപ്പുറം സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും അഭിമാനകരമാകുന്ന എണ്ണിയാൽ തീരാത്ത അത്രയും നേട്ടങ്ങൾ കുറഞ്ഞ കാലങ്ങളിൽ ഈ സമൂഹത്തിന് ചെയ്ത, രാജ്യത്തിന് ചെയ്ത മഹാമനീഷി മഹാനായ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ഈ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യൻ ജനതയുടെ, കേരള മുസൽമാൻ്റെ, കേരള ജനതയുടെ, വിശിഷ്യ മുസൽമാൻ്റെ വിദ്യാഭ്യാസപരമായ അവസ്ഥ, സാംസ്കാരികമായ തളർച്ച, ഇതിനെല്ലാം പരിഹാരം ജാമിയ മർകദു തഖാഫത്തി സുന്നിയ 50 വർഷം തുടങ്ങുന്നതിന് മുമ്പ് 100% SLC വിജയം കൈവരിച്ച ഒരു മുസ്ലിം സ്കൂൾ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ആദ്യമായി 100% SLC വിജയം കൈവരിക്കുന്ന ആദ്യത്തെ മുസ്ലിം മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളായിരിക്കും മർക്കസ് ഹൈസ്കൂൾ. ഒരിക്കലല്ല, രണ്ടല്ല, മൂന്നല്ല, പല തവണ അങ്ങനെ കേരളത്തിലുടനീളം എന്നല്ല, കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഷെയ്ഖുനായുടെ കയ്യൊപ്പത്താത്ത
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെത്താത്ത സ്റ്റേറ്റുകൾ കാണാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് വളർത്തി മാതൃകാ പുരുഷന്മാരാക്കി. പരിശുദ്ധമായ ഹറമിൽ ദർസ് നടത്തിയ പണ്ഡിതന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ കേരളത്തിൽ സുൽത്താനുൽ ഉലമയല്ലാതെ ഈ വിധി തന്നെ മറ്റാരെയും അറിയില്ല. എന്ന് മാത്രമല്ല, സുൽത്താനുൽ ഉലമ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ചെന്നപ്പോൾ മലയാളികൾ ഹജ്ജിന് വന്ന് പ്രയാസപ്പെടുന്നതും കഷ്ടപ്പെടുന്നതും കണ്ട് അവർക്ക് എന്താണ് പരിഹാരം? പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയല്ലാതെ we have one problem, we have 1 million solutions. ഒരു പ്രശ്നത്തിന് 1 ലക്ഷം 10 ലക്ഷം ദശലക്ഷം പരിഹാരമുണ്ട് എന്ന് ഉസ്താദ് അതിൻ്റെ തിയറിയതാണ്. ഉസ്താദ് ആദ്യമായി കേരളത്തിൽ ഒരു പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പ് സിസ്റ്റം SVS-ലൂടെ തുടങ്ങി. മാഷാ അല്ലാഹ്. 1980 വരെയും കേരളത്തിൽ പന്നാനി ലിപിയാണ് നമ്മുടെ മതവിദ്യാലയങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഉസ്താദിൻ്റെ ഒരു ഇച്ഛാശക്തി, സുന്നി വിദ്യാഭ്യാസ ബോർഡ് വന്നു. റസ്മുൽ ഉസ്മാനി തുടങ്ങിയപ്പോൾ കളിച്ച് മുസ്ഹഫിലും തൊട്ട് കളിക്കാൻ തുടങ്ങിയെന്നൊക്കെ പരിഹസിച്ചവരും മക്കാറാക്കിയവരും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും അൽഹംദുലില്ലാഹ് ആ റസ്മുൽ ഉസ്മാൻ ലിപി പ്രാവർത്തികമാക്കി എന്നത് ഉസ്താദിൻ്റെ പ്രത്യേകതകളാണ്. ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ എണ്ണിത്തീർക്കാൻ ഒരിക്കലും സമയം മതിയാവുകയില്ല. ഉസ്താദ് ഒരു തുറന്ന പാഠപുസ്തകമാണ്. ഈ പ്രായാധിക്യത്തിൽ ഇത്രയും ദൈർഘ്യത്തിന് ആരോഗ്യത്തോടെ എന്തുകൊണ്ട്? ഈ പ്രായാധിക്യത്തിൽ ഇത്രയും മാരകമായ രോഗം വന്ന് വൈദ്യന്മാർ കൈവിട്ടയിടത്ത് ഇത്ര ആരോഗ്യത്തോടെ ഊർജ്ജസ്വലതയോടെ അതിലേറെ ആവേശത്തോടെ വന്ന മറ്റൊരു പണ്ഡിതൻ ആരാണ്? ഈ വിനീതനെ മനസ്സിലാക്കുന്നു. മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹു തആല തങ്ങൾ തബഖാത്തുൽ ഫുഖഹാ ശാഫിഈൽ എഴുതി, ഖാല അബൂബക്കർ ഔദനിയുൽ ബുഖാരി ദലീലു തൂലി ഉംരി റജുൽ ഇസ്തിഗാലുഹു ബിഅഹാദീസിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ദീർഘായുസ് ലഭിക്കുമോ ഇല്ലേ എന്നതിൻ്റെ വ്യക്തമായ ലക്ഷണമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുമായി സമയത്തും പഠിച്ചും പഠിപ്പിച്ചും ജീവിക്കുക എന്നത്. മഹാനായ ശൈഖുനാ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ദക്ഷിണേന്ത്യയിലെ തെന്നിന്ത്യയിലെ അത്യുന്നത കലാലയമായ ജാമിയ ബഖിയാത്തുസ് സ്വാലിഹാത്തിൽ പഠിക്കുമ്പോൾ, അതിൻ്റെ മുമ്പ് ബഹ്റുൽ ഉലൂമിൻ്റെയും ബിച്ചാലി ഉസ്താദിൻ്റെയും മറ്റു ദർസുകൾ പഠിക്കുമ്പോൾ ഫുൾ ടൈം ഹദീസ് കൊണ്ട് വിശിഷ്യ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഹദീസ് ലോകത്ത് വലിയ മാഹിറാണ്. അവരെ ശിഷ്യത്വം സ്വീകരിച്ച് അവരെ ഖാദിമായി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത മങ്ങാട് ദർസ് തുടങ്ങുമ്പോൾ ആദ്യമായി സഹീഹുൽ ബുഖാരി തുടങ്ങിക്കൊടുക്കുന്നത് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഏകദേശം 7 പതിറ്റാണ്ട് പിന്നിട്ട് ഇത്രമാത്രം സഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്ത മറ്റൊരു മഹാപണ്ഡിതനെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുകയില്ല. ലക്ഷക്കണക്കിന്
പണ്ഡിത പരമ്പരകളിലേക്ക് ആ സന്ദേശം സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് എത്തിക്കുകയല്ലേ? ആരാണ് അബൂബക്കർ ഔദനിയുൽ ബുഖാരി? അവരെക്കുറിച്ച് ഇമാമു ശാഫിഈന ബിമാ വറാഅ അൻ-നഹർ ഫി അസ്ലിഹി ബിലാ മുദാഫ. മഹാനായ ഇമാമുൻ നവവി റഹിമഹുല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, അൽ ഇൽമു ശജറ ജുദൂറുഹാ ഫി മക്ക വസാഖുഹാ ഫിൽ മദീന വഫുറൂഹാ ഫിൽ ഇറാഖ് വതിമാറുഹാ ഫി ഖുറാസാൻ. മഹാനായ ഇമാമുൽ അയിമ്മ ഇമാം മാലിക് തങ്ങൾ പറയുന്നതാണ്, വിജ്ഞാനം എന്നത് വലിയ മഹാവൃക്ഷമാണ്. അതിൻ്റെ അടിവേര് കിടക്കുന്നത് പരിശുദ്ധമായ മക്കയിലാണ്. തടിമരം മദീനയിലാണ്. അതിൻ്റെ കൊമ്പ് ജില്ലകൾ കിടക്കുന്നത് ഇറാഖിലാണ്. അതിൻ്റെ കൈകണികൾ കിടക്കുന്നത് ഖുറാസാനിലാണ്. ആ ഖുറാസാൻ അവിടെയാണ് മാവറ അന്നഹർ ജഹൂൻ നദിക്കപ്പുറം. അവിടെയുള്ള പണ്ഡിതന്മാരിൽ ഇമാമു ശാഫിഈന ബിലാ മുദാഫ, ആർക്കും രണ്ടഭിപ്രായ ഭിന്നതയില്ലാത്ത പണ്ഡിതനാണ് മഹാനായ അബൂബക്കർ ഔദനിയുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് അവസാനമായ ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഇന്ത്യ കേട്ട വാർത്ത എത്രമാത്രം വേദനാജനകമായ വാർത്തയാണ്. ഉത്തർപ്രദേശില് ഒരു പാരന്റ്സ് തൻ്റെ 3 കുട്ടികൾ 12, 14, 16 മൊബൈൽ ഫോൺ ദുരുപയോഗം കണ്ട് പെട്ടെന്ന് പിടിച്ചു വാങ്ങി 3 കുട്ടികളും ആത്മഹത്യ ചെയ്ത വേദനാജനകമായ വാർത്ത. എത്രമാത്രം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ വാർത്ത. ഇവിടെയാണ് മഹാനായ ശൈഖുനാ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് 70 കൊല്ലത്തോളമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുമ്പോഴും ഒരു കുട്ടിയും ആത്മഹത്യയിലേക്കെന്നല്ല വൃത്തികേടിലേക്ക് പോയിട്ടില്ല. ഈ സമയത്ത് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ഫാദറും മദറുമാകാൻ എല്ലാവർക്കും കഴിയും, വളരെ ഈസിയാണ്. ഈ ലോകത്ത് 840 കോടി ജനങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും രക്ഷിതാക്കൾ, എല്ലാവർക്കും മാതേഴ്സും ഫാദേഴ്സും ഉണ്ട്. പക്ഷേ രക്ഷിതാവ് വളർത്തേണ്ട രൂപത്തിൽ കുട്ടികൾ വളർത്തുക, സംസ്കരിച്ചെടുക്കുക, അത് അത്യപൂർവം ആളുകളിലെ ഉണ്ടാവുകയുള്ളൂ. രക്ഷിതാവ് ചെയ്യേണ്ടത്, കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് അതിൽ എങ്ങനെ ഉപയോഗിക്കണം, ഹൗ ടു യൂസ് മൊബൈൽ, എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിക്കേണ്ടത് എന്നുകൂടി കുട്ടിക്ക് പഠിപ്പിക്കാൻ രക്ഷിതാവ് മറന്നു പോകരുത്. രണ്ടാമതായി, പാരന്റ് കൺട്രോൾ ഓപ്ഷൻ. രക്ഷിതാവിനത് നിയന്ത്രിക്കാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ മൊബൈലിനകത്തുണ്ട്. കുട്ടി എന്ത് കാണുന്നു, എവിടത്തേക്ക് പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു എന്ന് രക്ഷിതാവ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയണം. മൂന്നാമതായി, സർവോപരിയായി കുട്ടി അഡിക്റ്റ് ആവേണ്ടത് മൊബൈൽ ഫോണിനല്ല, ബൈക്കിനല്ല, ലഹരിക്കല്ല. കുട്ടി അഡിക്റ്റ് ആവേണ്ടത് ഫാദേഴ്സിലേക്കും മദേഴ്സിലേക്കും. അഥവാ കുട്ടികളെ മാതാപിതാക്കൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 1,24,000-ൽ പരം സ്വഹാബാക്കളിൽ
പലരും ലഹരിക്കടിപ്പെട്ടവരായിരുന്നില്ലേ, അഡിക്റ്റായവരായിരുന്നില്ലേ? ഘട്ടം ഘട്ടങ്ങളായി അവസാനം ഫഹൽ അൻതും മുൻതഹൂൻ എന്ന ഒരൊറ്റ എന്തൊരാകർഷണീയമായ വചനം! ആ ഒരൊറ്റ വചനത്തോടെ എല്ലാവരും അങ്ങ് മദ്യം വർജിച്ചു. കാരണം സ്വഹാബത്തിന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് അഡിക്റ്റായി. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന് അഡിക്റ്റായി. അവിടെ നിന്ന് എന്തു പറഞ്ഞാലും കേൾക്കുക, ഉൾക്കൊള്ളുക, സ്നേഹം നൽകുക എന്നതാണ് ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യം. മഹാനായ ശൈഖുനാ സുൽത്താൻ മക്കാദവരം ഉസ്താദ് സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വലിയ സേവനമാണ്. ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾക്കെതിരെയുള്ള മതപരമായ സമീപനങ്ങളെയും സാമുദായിക പുരോഗതിയെയും സാമൂഹ്യ മുന്നേറ്റത്തെയും പരസ്പര പൂരകമായി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് മഹാനായ സുൽത്താനുമ കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്തിനും സമൂഹത്തിനും ചെയ്ത ഏറ്റവും വലിയ നേട്ടം. മതത്തെയും സാമുദായികതയെയും വർഗീയമായ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നവർക്ക് സാമൂഹ്യ അംഗീകാരവും മാന്യതയും നൽകുന്ന സമീപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാറി നിൽക്കണം. ഇല്ലാതിരുന്നാൽ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർത്ത് കളയും. ഇൻഷാ അല്ലാഹ് വരുന്ന 14-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ ബോഡി നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സമസ്ത സെന്റിനറി അതിവിപുലമാക്കണം. കേരള യാത്ര ചരിത്രത്തിലാദ്യമായി മഹാസംഭവമാക്കിയ ഈ ഇന്ത്യൻ ജനത സമസ്ത സെൻട്രൽ കോൺഫറൻസ് 100-ാം വാർഷികം അതിവിപുലമാക്കും. അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന പ്രാർത്ഥനയോടെ സംസാരം ഉപസംഹരിക്കുന്നു. മഅദീൻ സ്ഥാപകരിൽ പ്രമുഖനായ മാമി ഹാജി മരിച്ചു കിടക്കുന്നു. റബ്ബേ അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.